നമുക്ക് കിരണിന്റെ കല്യാണിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ കിരണിന്റെ കല്യാണിയുടെ കഥകളൊക്കെ അവസാന ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ 2-3 ദിവസം കൂടെ കാണുള്ളൂ. അതിനുള്ളിൽ തന്നെ കിരണിന്റെ കല്യാണിയുടെ കഥകളൊക്കെ അവസാനിക്കാനായിട്ട് പോവാണ്. നമ്മൾ കണ്ടു, വിക്രം പരോളിന് ഇറങ്ങിയിരിക്കുകയാണ്. വിക്രത്തിന് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കാർത്തികൻ കല്യാണിയൊക്കെ ഇല്ലാതാക്കണം. അതോടൊപ്പം തന്നെ പറ്റുവാണെങ്കിൽ കിരണിട്ടും പണി കൊടുക്കണമെന്ന്. പക്ഷെ പ്രകാശൻ ഒരു കാര്യം തീരുമാനിച്ചു. ഇനിയിപ്പൊ താൻ മരിച്ചാലും പ്രശ്നമില്ല, തനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, തന്റെ പെൺമക്കൾക്ക് ഒരാപത്തും സംഭവിച്ചുകൂടാ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. ഈ സമയത്ത് കിരൺ സേനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ ചന്ദ്രസേനെ രൂപയെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് സേനൻ കിരണിനോട് പറഞ്ഞു, മോനെ സൂക്ഷിക്കണം. വിക്രത്തിന്റെ സ്വഭാവം അറിയാലോ, ഗംഗാപ്രസാദിനെ പോലെ ഒരുത്തനാണ് അവനും. അവനും മേല് കീഴും നോട്ടമില്ല. അവന് എന്തും ചെയ്യാൻ മടിക്കില്ല. എന്തെങ്കിലും സംഭവിച്ചു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനു മുമ്പുണ്ടായ അനുഭവങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ അറിയാം. കല്യാണി മോളെ കാർത്തികേനെയൊക്കെ പലതവണ അവൻ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് കേട്ടപ്പോ കിരൺ പറഞ്ഞു, അതൊക്കെ എനിക്കറിയാച്ചാ, അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു കരുതലോടെ മുന്നോട്ട് പോകുന്നേന്ന് പറഞ്ഞു. പിന്നെ വീട്ടിൽ വന്ന് അവന് പെട്ടെന്നൊന്നും അങ്ങനെ ആക്രമിക്കാൻ കഴിയില്ല. വീട്ടിലെപ്പോഴും ആളുണ്ടല്ലോ. എന്നാലും അതൊന്നും അല്ല. ഒരു പക്ഷേങ്കിൽ അവന്റെ സ്വഭാവം ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. അവൻ ഏത് വിധേനയും വീട്ടിലേക്ക് വരും. രാത്രിയെന്നോ പകലെന്നോ അവനെ കാണത്തില്ല. കാർത്തിയെ ഇല്ലാതാക്കാൻ വന്ന സമയത്ത് തലയ്ക്കടിച്ച ദിവസം ഓർമ്മയുണ്ടല്ലോ? അന്ന് നിങ്ങൾ കൃത്യസമയത്ത് എത്തിയില്ലായിരുന്നെങ്കിൽ കാർത്തിയുടെ ജീവൻ തന്നെ പോവില്ലായിരുന്നോ? അത് കേട്ടിപ്പോ കിരൺ പറഞ്ഞു, എനിക്കറിയാം അച്ഛാ, പക്ഷെ ഇനി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെയൊന്നും ഉണ്ടാവാതെ നോയിക്കോളാന്ന് പറഞ്ഞു. ഈ സമയത്ത് സരു ഇങ്ങനെ ആലോചിക്കുവാണ്, എങ്ങനെയെങ്കിലും കല്യാണി പുറത്തിറക്കിയേ മതിയാവുള്ളൂ. കല്യാണി പുറത്തിറങ്ങിയാലോ കാര്യമുള്ളൂ. എങ്കിൽ മാത്രമേ അവളെ ഇല്ലാതാക്കാനായിട്ട് പറ്റുള്ളൂ. അവളെ പുറത്തിറക്കിയിട്ട് വിക്രത്തോട് വിളിച്ചു പറയണം കാര്യങ്ങളൊക്കെ. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ച ഒടുവിൽ കല്യാണിയെ കാണാനായിട്ട് വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. കിരൺ കമ്പനിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. സരേനെ കണ്ടു കഴിഞ്ഞപ്പോൾ കല്യാണിക്ക് സന്തോഷമായി. കല്യാണി വന്ന് വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. സര ചോദിച്ച എങ്ങനെയുണ്ട്, കുറവുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും സര ചോദിച്ചു കഴിഞ്ഞപ്പോൾ കല്യാണി പറഞ്ഞു, കുഴപ്പമില്ല, ഇപ്പൊ എനിക്ക് അത്യാവശ്യം നടക്കാനൊക്കെ പറ്റുന്നുണ്ട്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, വേദനകളൊക്കെ കുറവുണ്ടെന്ന് പറഞ്ഞു. അതെ, അങ്ങനെയാണ്. പിന്നെ വീട്ടിൽ തന്നെ അടച്ചിരിക്കരുത്. എപ്പോഴും ഇങ്ങനെ വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു ബോർ തന്നെയായിരിക്കും. ഇടയ്ക്കൊന്ന് പുറത്തൊക്കെ ഇറങ്ങണം, ഇച്ചിരി ശുദ്ധവായു ഒക്കെ ശ്വസിക്കണ്ടേന്ന് ചോദിച്ചു. അതെ, അങ്ങനെ നടക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ കിരൺ ഒന്നും സമ്മതിക്കുന്നില്ല. വിക്രം പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്കൊക്കെ ഭയമാന്ന് പറഞ്ഞു. സാരി പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യമാ, അതുകൊണ്ട് സൂക്ഷിക്കാൻ നല്ലതാ. പിന്നെ അവന് എപ്പോഴും ഏത് നിമിഷം വേണം ഇങ്ങോട്ടേക്ക് വരാം, സൂക്ഷിച്ചും കണ്ടും വേണം കല്യാണി ഇരിക്കാനെന്നൊക്കെ പറഞ്ഞു ഒരു ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നീട് സരു കുറച്ച് സമയം കൂടെ സംസാരിച്ചിട്ടാണ് അവിടുന്ന് പോരുന്നത്. എങ്ങനെയെങ്കിലും അവളൊരു വിശ്വാസമൊക്കെ ഉണ്ടാകണം. ഇനി ഒരു കാരണവശാലും തന്നെ അവരൊന്നും തെറ്റിദ്ധരിച്ചുകൂടാ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കല്യാണിന്റെ അടുത്തേക്ക് ചെല്ലുന്നത് പോലും. ഈ സമയത്ത് പ്രകാശൻ ഒരു കാര്യം തീരുമാനിച്ചു, വിക്രത്തെ കാണണം. വിക്രത്തെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. അവന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയണം. അപ്പൊ അവൻ താമസിക്കുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ പ്രകാശൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടേക്ക് പോകാൻ തന്നെ പ്രകാശൻ തീരുമാനിക്കുകയാണ്. ഈ സമയം സരയു കമ്പനിയിലേക്ക് എന്ന് കിരണിനെ കാണുന്നുണ്ട്. കിരണിനെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് കിരൺ പറഞ്ഞു, അതെ, 1-2 സൈറ്റിലൂടെ പോകാനുണ്ട്. അല്ല, നിനക്ക് തിരക്കില്ലെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, ഞാൻ പോയിക്കോളാം കിരണേന്ന് പറഞ്ഞു. പിന്നെ ഞാനിന്ന് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, കല്യാണിയെ കണ്ടായിരുന്നു. കല്യാണി വീട്ടിൽ തന്നെ ഇരുന്ന് മുഷിഞ്ഞെന്ന് തോന്നേ. സാധാരണ കമ്പനിയിലേക്കൊക്കെ വരുന്നല്ലേ, ഇപ്പൊ എത്ര ദിവസം എങ്ങനെ ഇരിപ്പ് തുടങ്ങിയിട്ട്. കിരൺ പറഞ്ഞു, അതെ, അവളെ പുറത്തേക്കൊന്നും കൊണ്ടുപോകുന്ന പോലും ഇല്ല. അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് അവൾക്കും ഉണ്ടെന്ന് പറഞ്ഞു. സരയെ പറഞ്ഞു, ഇടയ്ക്ക് ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഇറക്കുന്ന നല്ലതാ. പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോയി ഒന്ന് എല്ലാം ചുറ്റുപാടുകളെ കാണിച്ച് വീട്ടിൽ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. കാരണം എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നേ. കല്യാണിക്കും കാണും പുറത്തേക്കൊന്ന് ഇറങ്ങണം എന്നൊക്കെ ആഗ്രഹങ്ങൾ കാണൂല്ലേ എന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, അതെ, പക്ഷെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തില് കൊണ്ടാതിരിക്കുന്ന സരു, നിനക്കറിയാലോ വിക്രത്തെ ഭയന്നിട്ട് തന്നെയാ. അവൻ എപ്പോഴും ഏത് നിമിഷം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. സരിയ പറഞ്ഞു, അവനെ അങ്ങനെ പേടിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അവന് നമ്മൾ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ വന്നിട്ടുണ്ടെങ്കിൽ അവനെ തീർത്ത് കളയണം കിരണേ. ഇനി നമ്മൾ അവനെ പേടിച്ചിരിക്കരുതെന്ന് പറഞ്ഞു. എന്റെ കണ്ണിലെങ്ങാനും പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ വെറുതെ വിടാൻ പോകുന്നില്ല. എങ്ങാനും നിങ്ങൾക്ക് വല്ല ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും അവനെ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞു. എനിക്ക് സംരക്ഷണം നൽകുന്നതല്ല നിങ്ങൾ, എനിക്ക് മാത്രമല്ല എൻ്റെ മോൾക്കും. അങ്ങനെയുള്ള നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ആപത്ത് വരാൻ ഞാൻ ആഗ്രഹിക്കുമോ? ഒരിക്കലുമില്ല. എന്നും നിങ്ങളുടെ തണലിൽ തന്നെ കിരണിന്റെ തണലിൽ കഴിയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കണമെന്ന് പറഞ്ഞു.
അത് ദുരിതാശ്വാസത്തോട് കൂടിയിട്ടാണ് സരിയ പറഞ്ഞത്. പക്ഷെ കിരണിന് മനസ്സിലായില്ല. കിരൺ പറഞ്ഞു, ആ കാര്യമൊന്നും ഓർത്ത് പേടിക്കണ്ട. എന്നും ഞങ്ങളുടെ സംരക്ഷണയിലായിരിക്കും നീയ. അതിന് ഈ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ പഴയതുപോലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാകത്തില്ലോ. നിനക്കിപ്പം നല്ല മാറ്റം ഉണ്ടല്ലോ. നീ മാറിയല്ലോ. കാരണം പശ്ചാത്താപം വന്നിട്ടുള്ളതുകൊണ്ട് ഇനിയിപ്പം നിനക്ക് പഴയതുപോലെ ആ പഴയ സരി പറഞ്ഞിട്ട് കഴിയില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞങ്ങളുടെ സംരക്ഷണം എപ്പോഴും നിനക്ക് ഉണ്ടായിരിക്കും എന്നൊക്കെ പറയുവാണ്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സരയുവിനും ഒരു സമാധാന സന്തോഷമായി. ഇവൻ തന്നെ നന്നായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. താൻ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നൊക്കെയൊരു ചിന്തയായിരുന്നു മനസ്സിനറിയും. പിന്നീട് വിക്രത്തിനെ കാണാൻ ചെല്ലുന്നുണ്ട്. വിക്രത്തിനെ കാണാൻ ചെന്ന് കഴിഞ്ഞിട്ട് വിക്രത്തോട് കാര്യങ്ങളൊക്കെ പറയണം. അധികം വൈകാതെ അവനെ ഞാൻ നിന്റെ അടുത്തേക്ക് എത്തിക്കാം, അവനെ അവളെയും കൂടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, കിരണിന് ഒരു പോറൽ പോലും ഒരു പോറൽ പോലും സംഭവിക്കാൻ പാടില്ല. പക്ഷെ കല്യാണിയുടെ കാര്യം അവളെ തീർത്ത് കളഞ്ഞേക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, അതൊക്കെ ഞാൻ ഏറ്റു. പക്ഷെ ഒരു കാര്യമുണ്ട്, എങ്ങാനും നിനക്ക് ഇതിനകത്ത് പങ്കുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്കറിയാം വിക്രം, അതൊക്കെ കണ്ടും കരുതിയാ ഞാനിരിക്കുന്നേ. അതുകൊണ്ടല്ലേ നിന്നെ ആ ഫോൺ പോലും വിളിക്കാതെ നേരിട്ട് കാണാനായിട്ട് വന്നേ. ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങാനും അവർക്ക് സംശയം തോന്നിയാലോ, കോൾ ലിസ്റ്റൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ട്, പണി വാളും. അതുകൊണ്ടാണ് നിന്നെ നേരിട്ട് കാണാൻ ഞാൻ വന്നത്. നീ പേടിക്കൊന്നും വേണ്ട, നിന്റെ അരിയിലേക്ക് ഞാൻ കൊണ്ടെത്തിക്കാം. പിന്നെ വേണ്ടവിധം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തോണം. അങ്ങനെ വിക്രത്തിന് ഉറപ്പൊക്കെ കൊടുക്കണം. വിക്രം പറഞ്ഞു, ഒന്ന് കൊണ്ടേ എത്തിച്ചാൽ മാത്രം മതി, അവളെ പുറത്തിറക്കിയാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. സരിയ സന്തോഷത്തോട് കൂടിയിട്ടാണ് പോകുന്നത്. എങ്ങനെയും പുറത്തെത്തിക്കണം എന്നൊരു ചിന്തയായിരുന്നു സരിയുവിന്റെ മനസ്സിൽ. കല്യാണി വീട്ടിനുള്ളിൽ തന്നെയാണെങ്കിൽ വിക്രത്തിനൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. വിക്രത്തിന് അവളെ ഇല്ലാതാക്കണമെങ്കിൽ അവളെ പുറത്ത് ഇറക്കിയാൽ മതിയാവുള്ളൂ. ഈ സമയത്ത് പ്രകാശൻ എന്ത് ചെയ്തു, വിക്രത്തിനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അപ്പൊ വിക്രം താമസിക്കുന്ന വീടും കാര്യങ്ങളൊക്കെ പ്രകാശൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. സരുവിനെ കണ്ടിട്ട് വിക്രം വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനാണ് പ്രകാശനം കൂടി ചെല്ലുന്നേ. അങ്ങനെ പ്രകാശനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ആദ്യം ഒന്ന് അന്താളിച്ചു പോയി. കാരണം താൻ താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് വേറെ ആർക്കും അറിയത്തില്ല. പിന്നെ ഇങ്ങനെ ഇത് എങ്ങനെ ഇതിങ്ങോട്ട് വന്നെന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു. ഒടുവില് പ്രകാശനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ, എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും പ്രകാശൻ പറഞ്ഞു, വിക്രം, നീ പരോളിന് ഇറങ്ങിയെന്ന് പറഞ്ഞ് നിന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. എന്തിനാ, നിങ്ങൾ എന്തിനാ എന്നെ കാണുന്നതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും പ്രകാശൻ പറഞ്ഞു, നിനക്ക് നന്നാവാനായിട്ട് ഇനി അവസരമുണ്ട്. നീ പരോളിന് ഇറങ്ങിയത് വേറെ എന്തെങ്കിലും ഉദ്ദേശ ലക്ഷ്യത്തോട് കൂടിയിട്ടാണെങ്കിൽ അതൊക്കെ നിന്റെ മനസ്സിൽ നിന്ന് കളയണം. പരോളിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ തിരികെ ജയിലിലേക്ക് പോകാൻ നോക്കണം. അല്ലാതെ മറ്റുള്ളവർ ഉപദ്രവിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ, എൻ്റെ മക്കൾക്ക് എന്തൊരു ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഓഹോ, അപ്പൊ ഇത് പറയാനല്ലേ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേ? നിങ്ങളെ പെൺമക്കൾക്ക് വേണ്ടി യാചിക്കാനായിരിക്കും അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം ഇത് പ്രകാശനെ പിടിച്ചൊരു തള്ളം കൂടെ തള്ളുവാണ്. പ്രകാശൻ താഴേക്ക് വീണു. പ്രകാശൻ അധികം കാലിന് ബലമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഒന്ന് കാലൊക്കെ നേരെ വരുന്നുണ്ടായിരുന്നുള്ളൂ. അയാൾ വന്നിരിക്കുന്നു, നാണം കെട്ടവൻ. ഇത്രയും കാലം എന്നോടൊപ്പം നിന്നിട്ട് ഇപ്പൊ ആ കല്യാണിയോടും കിരണിനോടൊപ്പം ചേർന്നിട്ട് എന്നെ തകർക്കാൻ വേണ്ടി വന്നിരിക്കുന്നു പറഞ്ഞുകൊണ്ട് പ്രകാശനിട്ട് ചവിട്ടുവാണ്. പ്രകാശൻ പതുക്കെ എഴുന്നേക്കാൻ നോക്കി. പക്ഷേ എങ്കിൽ പ്രകാശനെ വെറുതെ വിട്ടില്ല വിക്രം. അവിടെ ഇട്ട് നന്നായിട്ട് ചതയ്ക്കുന്നുണ്ട്. പ്രകാശന് വേണ്ടാന്നൊക്കെ പറഞ്ഞെങ്കിലും വിക്രം സമ്മതിച്ചില്ല. ഒടുവില് വിക്രം ദേഷ്യപ്പെട്ട അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. പ്രകാശൻ ഒരു കാര്യം തീരുമാനിച്ചു, ഇവൻ രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. പോരാത്തന് വെല്ലുവിളിച്ച പോലെ പറയുകയും ചെയ്തു, നിങ്ങൾ കരുതിയിരുന്നോ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ കല്യാണിയും കാർത്തിയൊക്കെ തീർത്തിരിക്കും, നീക്ക് തടയാൻ പറ്റിയെങ്കിൽ തടഞ്ഞോന്ന്. പ്രകാശന് മനസ്സിലായി, ഇവൻ 2 ദിവസത്തിനുള്ളിൽ തന്നെ തൻ്റെ മക്കളെ ഇല്ലാതാക്കും. പക്ഷെ അതിനു മുമ്പ് ഇവനെ തീർക്കണം. ഇനി ഇവനെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് കരുതിയിട്ടാണ് പ്രകാശൻ അവിടെ നിന്ന് ഇറങ്ങണേ. ഒരു കാരണവശാലും ഒരാപത്ത് സംഭവിച്ചുകൂടാ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു. ഈ സമയം സരയു സ്വപ്നം കണ്ടിരിക്കുകയാണ്. കല്യാണിയുടെ മരണം, അവനും വിക്രം കല്യാണി ഇല്ലാതാക്കുന്ന ആ ഒരു മനോഹര സ്വപ്നം കണ്ടിട്ടാണ് സരയു ഇരിക്കുന്നത്. പക്ഷെ അത് നടക്കാൻ സാധ്യമില്ലാത്ത സ്വപ്നമാണെന്നുള്ള കാര്യം അവൾക്കറിയത്തില്ലോ. പകരം അവൾക്ക് തന്നെ ഇടിവെട്ട് പണി കിട്ടാൻ പോകുന്നുണ്ട്. താര തനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം കിരണിനോട് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ താര ഒളിച്ചു വെക്കില്ല. കല്യാണിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ താരയ്ക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. തൻ്റെ ജീവൻ പോയാലും ശരി, അല്ലെങ്കിൽ സരയു തന്നെ ഉപേക്ഷിച്ചാലും ശരി, സരയുവിൻ്റെ കള്ളത്തരങ്ങളൊക്കെ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ട് കിരണിനോട് കാര്യങ്ങളൊക്കെ പറയുന്നൊക്കെയുണ്ട്. അതിന് എന്താണെങ്കിലും വരുന്ന ദിവസങ്ങൾ നമുക്ക് കാണാം കേട്ടോ. 1-2 ദിവസത്തിനുള്ളിൽ കഥ അവസാനിക്കും. അപ്പോഴേക്കും കിരൺ സത്യങ്ങളൊക്കെ അറിയും. സരയുവിൻ്റെ ചതിയും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പോകുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും
ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.